പിന്നെ എനിക്കൊരു പേഴ്സണലായിട്ട് ചോദിക്കാൻ ഒരു താല്പര്യമുള്ളത്, ഒരു കുട്ടി നമുക്ക് പഠിക്കാനായിട്ട് എവിടെയെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സർവീസ് മാത്രമല്ല, അവിടുത്തെ ഒരു ഫാക്കൾട്ടീസിൻ്റെ ആ ഒരു ഇൻട്രാക്ഷൻസും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സർവീസും എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്രത്തോളം നല്ലൊരു സർവീസ് ഫാക്കൾട്ടീസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അതിൽ സാർ ശ്രദ്ധിക്കുന്നുണ്ട്? ആക്ച്വലി ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നേഴ്സിംഗ് അത് ജോലി ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റ്, അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ആ കുട്ടി വന്ന് നമ്മൾ അവരെ കൗൺസിൽ ചെയ്യും. നമുക്ക് കൗൺസിലേഴ്സ് ഉണ്ട്, അവർ കൗൺസിൽ ചെയ്യും. അവർക്ക് എന്താണ് ആവശ്യം, അവരുടെ കാര്യങ്ങൾ എന്താണ്, അവർക്ക് വീട്ടിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എത്ര ലാംഗ്വേജ് എത്രയുണ്ട്, ലാംഗ്വേജ്, റീസൺ, ലോജിക്ക്, ഈ ഒരു ക്രൈറ്റീരിയയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകണേ. അപ്പോൾ ആദ്യം ഒരു കുട്ടി വന്ന് അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി, ആദ്യം ചെറിയ ഒരു രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവർ ക്ലാസ്സിന് വരുന്നു. ക്ലാസ്സിന് വന്നു കഴിയുമ്പോൾ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകളുണ്ട്. മോക്ക് ടെസ്റ്റുകൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു. അതനുസരിച്ച് ഒരു 3 മന്താണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ഏകദേശം ഒരു B സ്കോർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടിയതിന് ശേഷം അവരെ കൊണ്ട് ഞങ്ങൾ ഡേറ്റ് എടുപ്പിക്കാറുള്ളൂ. ഡേറ്റ് എടുപ്പിച്ച് കഴിഞ്ഞ് ഉടൻ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അവർ പാസ്സാവുകയും ചെയ്യും.